ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ നെക്കി കൂടെയുള്ള ബെൽ ഐക്കൺ കൊണ്ട് എനേബിൾ ചെയ്യുക. എന്നാൽ ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് ഉടനടി ലഭ്യമാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ആമസോൺ പേ എന്ന് പറയുന്ന ഒരു മണി ട്രാൻസ്ഫർ ആപ്ലിക്കേഷനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഇന്ന് നമ്മൾ ആമസോൺ പേ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നും അതുപോലെ തന്നെ നമുക്ക് എങ്ങനെ അതിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നമുക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാമെന്നും അതുപോലെ തന്നെ നമുക്ക് ആമസോൺ പേ യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ആമസോണിൽ നിന്ന് എന്ത് സാധനം പർച്ചേസ് ചെയ്യാമെന്നുമാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യം നമ്മൾ ഈ ഫോണിലേക്ക് ആമസോൺ പേ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. അതിനായിട്ട് നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിനകത്തോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തോ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് തൊട്ടതിന് ശേഷം നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആമസോൺ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. അതായത് നമ്മൾ സാധാ ആമസോൺ ആപ്ലിക്കേഷൻ തന്നെയാണ്. അതായത് നമ്മൾ ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സെയിം ആപ്ലിക്കേഷനാണ് ആമസോൺ പേയിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ മുഖേന നമുക്ക് നമ്മുടെ ആമസോൺ പേ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആമസോൺ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ലോഗിൻ ചെയ്യുക. അപ്പോൾ ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് അക്കൗണ്ട് ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ തന്നെ ലോഗിൻ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്കുള്ള ആ ഫോൺ നമ്പർ യൂസ് ചെയ്ത് നിങ്ങൾ ആമസോൺ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ക്രിയേറ്റ് ചെയ്ത ശേഷം നിങ്ങൾ അത് ലോഗിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ആമസോണിൻ്റെ മുകളിലായിട്ട് 3 കുത്ത് കാണാവുന്നതാണ്. ആ കുത്ത് തൊട്ടതിന് ശേഷം ആമസോൺ പേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആമസോൺ പേ എന്ന് പറയുന്നൊരു ഓപ്ഷൻ താഴെ കാണാവുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഒന്ന് വെയിറ്റ് ചെയ്യുക, അതൊന്ന് ലോഡായി കിട്ടാൻ വേണ്ടിയിട്ട്. അതായത് നിങ്ങളുടെ ഫോണിൻ്റെ നെറ്റ്വർക്കിൻ്റെ സ്പീഡ് അനുസരിച്ചാണ് ഇത് ലോഡായി കിട്ടുക. അതായത് നിങ്ങളുടെ ഫോണിൽ നെറ്റ്വർക്ക് സ്പീഡ് കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലോഡായി കിട്ടുന്നതാണ്. എൻ്റെ ജിയോ ആയതുകൊണ്ട് കുറച്ച് പതുക്കെ ആയിട്ടും ലോഡായി കിട്ടുക, കാരണം ഒരുപാട് യൂസേഴ്സ് ഉണ്ടായതുകൊണ്ട് തന്നെ പതുക്കെ അത് ലോഡായി കിട്ടത്തുള്ളൂ, കാരണം നെറ്റ്വർക്ക് സ്പീഡ് വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് താഴെ ഇതേപോലത്തെ ഒരു വിൻഡോ നിങ്ങൾക്ക് ഓപ്പണായി കിട്ടുന്നതാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റുന്നതാണ് ഒരു ആമസോൺ പേ UPI എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അപ്പോൾ ആ ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഇത് ലോഡായി കിട്ടാനുള്ള ടൈം കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഈ ആമസോൺ പേ UPI നിങ്ങൾ ലോഡ് ചെയ്യുന്ന സമയത്ത് അതുപോലത്തെ ഒരു വിൻഡോ നിങ്ങളുടെ മുമ്പിലേക്ക് ഓപ്പണായി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് UPI ക്രിയേറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആമസോണിലേക്കൊരു നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുക. അത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അവിടെ ആഡ് ചെയ്യാവുന്നതാണ്. കാരണം നിങ്ങൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ റീഫണ്ട് ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് കയറണമെങ്കിൽ നിങ്ങളവിടെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് കൊടുത്തേ പറ്റുള്ളൂ. എന്നാലേ മാത്രമേ നിങ്ങൾക്ക് അവിടെ ആമസോണിൽ റീഫണ്ട് കറക്റ്റ് സക്സസ്ഫുള്ളായി കയറത്തുള്ളൂ. നിങ്ങൾക്ക് ഒരു ആമസോൺ ക്രിയേറ്റ് UPI ID എന്നൊരു ഓപ്ഷൻ കാണാവുന്നതാണ്. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതായത് നിങ്ങൾ അപ്പോൾ ഇതിനകത്ത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് താഴെ കാണാവുന്നതാണ് എൻ്റർ യുവർ UPI ID എന്ന് പറഞ്ഞിട്ട് അവിടെ നിങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പറിലോ ഒരു UPI ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ഫോൺ പേ അല്ലെങ്കിൽ ഗൂഗിൾ പേ യൂസർ ആണെങ്കിൽ എങ്ങനെയാണോ പ്രോസസ്സ് ചെയ്തത് അതേപോലെ തന്നെ ആയിരിക്കും ഇതിൻ്റെ UPI ക്രിയേഷനും. അതായത് നിങ്ങൾക്ക് ഓൾറെഡി UPI ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലൊരു സെപ്പറേറ്റ് UPI ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഏത് ഫോൺ നമ്പറുമായിട്ടാണ് ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ഉള്ളത് ആ നമ്പറിൽ നിന്നൊരു മെസ്സേജ് നിങ്ങളുടെ ഫോണിൽ നിന്ന് അയക്കുക. അതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ UPI ക്രിയേറ്റ് ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിന് ശേഷം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യുക. അത് നിങ്ങളുടെ അക്കൗണ്ട് നമ്പറും അതുപോലെ തന്നെ IFSC കോഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ ലിങ്ക് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആമസോൺ പേ UPI കറക്റ്റായി സക്സസ്ഫുള്ളായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ആമസോൺ പേ UPI എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഓഫേഴ്സ് ഈ ഒരു ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ആമസോണിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്തുള്ള മെർച്ചൻറ്റിൽ നിന്നോ നിങ്ങൾക്ക് ഒരുപാട് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഓഫർ കിട്ടുന്നതാണ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ആമസോൺ പേ UPI യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ സാധനം വാങ്ങുന്നതെങ്കിൽ ആമസോണിൽ നിന്നാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു 50 രൂപ 100 രൂപയൊക്കെ ഓഫ് നിങ്ങൾക്ക് ഓൾറെഡി അവർ തരുന്നതാണ്. അല്ലെങ്കിൽ 50% വരെ ചില ടൈമിൽ അവർ ഓഫർ തരുന്നതാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളൊരു സാധനം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് 50% വരെ നിങ്ങൾക്ക് ഓഫർ കിട്ടുന്നതാണ്. അത് നിങ്ങൾക്ക് അത്ര ശതമാനം നിങ്ങൾക്ക് വരെ നിങ്ങൾക്ക് കുറഞ്ഞിരുന്നതാണ്. അതായത് ആമസോൺ പേ എന്നൊരു ആപ്ലിക്കേഷൻ നല്ലൊരു
ഇതിന് ഓഫർ അവർ തരുന്നതാണ്. അപ്പോൾ നമുക്ക് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഒരു ഫോൺ പേ എന്ന ഈ രണ്ട് ആപ്ലിക്കേഷൻ അതേ ഒരു യൂസാണ് ഇവിടെയും. നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ നമ്പർ റീചാർജ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ DTH റീചാർജ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ ബിൽ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ബില്ലോ അല്ലെങ്കിൽ വാട്ടർ ബില്ലോ ഒക്കെ നമുക്ക് ആമസോൺ പേ വെച്ച് നമുക്ക് ഈ പേ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ഓഫേഴ്സും തരുന്നുണ്ട് അവർ. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ക്യാഷ് ബാക്ക് വരെ നമുക്ക് ആമസോൺ പേയിലേക്ക് കയറുന്നതാണ്. ഇപ്പോൾ ഈ ഒരു ആമസോൺ പേയിൽ നമ്മൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, അതായത് നമ്മൾ ഈ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഗൂഗിൾ പേ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നിങ്ങളുടെ ബാങ്കിലേക്കായിരിക്കും ഈ ക്യാഷ് കയറുക. എന്നാൽ ആമസോൺ പേ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആമസോൺ പേ ബാലൻസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷനിൽ ആ ഒരു വാലറ്റ് ഉണ്ട്, അതിലേക്കാണ് നിങ്ങളുടെ പൈസ കയറുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് അതിൽ നിന്ന് നമുക്ക് റീചാർജ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് ആ പൈസ ഉപയോഗിച്ച് നമുക്ക് ബിൽ പേയ്മെൻറ്റ് ചെയ്യാനും സാധിക്കുന്നത്. അതായത് നമ്മുടെ ഫോൺ പേൻ്റെ അതേ ഒരു മാതൃകയിൽ തന്നെയാണ് ആമസോൺ പേയും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആമസോൺ പേ അല്ലെങ്കിൽ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ, ഈ 3 ആപ്ലിക്കേഷനുകളും അതായത് UPI ബേസ് ക്രിയേറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ്. അതായത് നമുക്ക് നമ്മുടെ ബാങ്ക് ടു ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആമസോൺ പേ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇപ്പോൾ നമ്മൾ ആമസോണിൽ നിന്ന് സാധനം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആമസോൺ പേ യൂസ് ചെയ്തിട്ട് നമുക്ക് ക്യാഷ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഡയറക്റ്റായിട്ട് നിങ്ങളുടെ ബാങ്കിൽ നിന്ന് ക്യാഷ് പോകും. അപ്പോൾ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബാങ്കിലേക്ക് തന്നെ കറക്റ്റ് പൈസ റീഫണ്ടായി കയറുന്നതാണ്. അപ്പോൾ അതൊക്കെ ആമസോൺ പേ നമുക്ക് വലിയൊരു ഉപകാരം തന്നെയാണ്. കാരണം നമ്മൾക്ക് ഇത് സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് കൊടുത്ത് ചെയ്യേണ്ട ആവശ്യം അവിടെ ഉണ്ടാവില്ല. ഈ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ ആദ്യം മുതൽ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ അവസാനിക്കുന്നു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങൾ ജസ്റ്റ് ദയവായി താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കി ഒന്ന് ബെല്ലൈക്കൻ കൂട്ടി എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന ഓരോ വീഡിയോസും കൂട്ടിനടി ലഭ്യമാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ച് നമ്മുടെ വീഡിയോസ് എല്ലാം ഒരുപാട് വരുന്നത് തന്നെ. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ താഴെ കമൻറ്റും ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം. Thank you for watching this video.